ബാക്ക് ടു ചായയും കാപ്പിയും. കുറെ നാളായി നമ്മളൊരു വീഡിയോ എടുത്തിട്ടില്ലേ. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. നമ്മള് കറുപ്പ് മൂവി കാണാൻ പോവാണ് ഗൈസ്. കറുപ്പ് മൂവി. ഞാൻ ഭയങ്കര സൂര്യ ഫാനാണ് കേട്ടോ. ചെറുത് മുതലേ ഭയങ്കര സൂര്യ ഫാൻ. ഓൺ ദ വേയിലാണ് കറുപ്പ് മൂവി കാണാൻ പോകുന്നത്. ഹൊസൂറാണ് നമ്മൾ പോണത്. 9 AM ഷോ ആണ്. ഇപ്പൊ 8:42 ടൈം. പക്ഷെ എത്തും. കാരണം നമ്മളിപ്പോ പോണത് ഒരു ഹൈവേ വഴിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊരു അണ്ടർ കൺസ്ട്രക്ഷൻ ഹൈവേ ആണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ റീച്ച് ഹൊസൂർ ആൻഡ് 15 to 20 മിനിറ്റ്സിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, പോയി കാണണ്ടേ പറയേ എന്തുകൊണ്ട്? പ്രോപ്പർ തമിഴ് ഓഡിയൻസിന്റെ കൂടെ സെക്കൻഡ് ഡേ നല്ല റിലീസായി. അപ്പൊ പ്രോപ്പർ തമിഴ് ഓഡിയൻസിന്റെ കൂടെ ഫുൾ സൗണ്ട് ഇട്ട് അടിച്ചു പൊളിച്ച് കാണാനാ. ഫുൾ ബഹളം വെച്ചിട്ട് ഫുൾ വൈബിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊസൂറിൽ പോയി കാണുന്നത്. അത് ബാംഗ്ലൂര് മോളിലൊന്നും പോയിരുന്ന ആ വൈബ് കിട്ടില്ല. അവിടെ എല്ലാരും സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഇങ്ങനെ കോർപ്പറേറ്റ് വേൾഡ് പോലെ ഇരുന്നിട്ട്. സൂര്യന്റെ പിന്നെ 13 years കഴിഞ്ഞിട്ടുള്ള അടിപൊളി മൂവി വന്നിട്ടുണ്ട്. അതെ, അപ്പൊ അതിനെ അടിച്ചു പൊളിച്ചിട്ട് വരാണ്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എന്താണ് താങ്ക് യു ഹസ്ബൻഡ്. അയ്യോ ക്യാമറ അയ്യോ. സോ നമ്മൾ കറുപ്പ് മൂവി കണ്ടു ഗൈസ്. കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഞാൻ സൂര്യ ഫാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് ചിലപ്പോ പാർഷ്യാലിറ്റി ആവും. നീ പറയൂ ഫസ്റ്റ്. ഞാൻ പറയാ ഫസ്റ്റ്, നീ പറയാ. അടിപൊളി മേക്കിംഗ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് എന്തായിരുന്നാലും. പിന്നെ സൂര്യന്റെ വർക്ക് പറയുന്നത് ടോപ്പ് നോച്ചാ. ക്ലൈമാക്സ് ഒക്കെ അങ്ങനെ ഗൂസ് ബംസ് വന്നിട്ട് അതൊരു വേറെ ലെവൽ ഫീലാ. പക്ഷെ എല്ലാവർക്കും പറ്റിയ പടമല്ല. എല്ലാവർക്കും ഒന്നും എല്ലാരും പെടാത്തതില്ല. നമ്മുടെ ഒപ്പീനിയൻ പോയിട്ട് നോക്കിയിട്ട് ആരും നോക്കാനൊന്നും പോടില്ല. സോ നമ്മളുടെ റിവ്യൂ പറയും. ഞങ്ങളുടെ ഇഷ്ടമായി. തിയേറ്ററിൽ വേറെ ലെവൽ ബ്ലാസ്റ്റ് പോയി നോക്കണവര് എല്ലാരും കുറച്ച് ലോക്കൽ തിയേറ്ററിൽ നല്ല ക്രൗഡ് പാക്കിൽ പോയി കാണുമ്പോ അതൊരു വേറെ. അത് നമ്മൾ പോയത് ഹൊസൂരല്ലേ. അപ്പൊ നല്ല തമിഴ് ക്രൗഡിന്റെ കൂടെ ആയിരുന്നു. എന്റെ പൊന്നു, പാട്ടൊക്കെ വന്നപ്പോ ആൾക്കാരൊക്കെ ഇറങ്ങി ഡാൻസ് ആയിരുന്നു. എന്ത് രസമായിരുന്നു. ഞാൻ ഇങ്ങനെ സുഖി ഞാൻ പോട്ടെ, സുഖി ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവായിരുന്നു കേട്ടോ കമ്പനിക്ക്. പിന്നെ എന്ത് ഭംഗിയൊക്കെ ഉണ്ടല്ലേ സൂര്യനതില്. അയ്യോ എത്ര രസമാണ്. ആ ലെൻസും ആ കണ്ണെഴുതിയതും പിന്നെ ആക്ടിങ് പിന്നെ പറയണ്ട. പൊന്നു സെക്കൻഡ് ഹാഫ് ഫുൾ ആൻഡ് ഫുൾ. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്റ്റോറി ബിൽഡിംഗ് ആയിരിക്കും, കോണ്ടെക്സ്റ്റ് ഇതൊക്കെ തരും. പിന്നെ ഇതൊക്കെ മൂവി അങ്ങനെയാകും. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ ഗൂസ് ബംസ്. അടിപൊളിയാ. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എസ്പെഷ്യലി ആ BGM-ഉം സോങ്സും. സായ് അഭ്യങ്കർ തൊഴുതും മോനെ. കുറച്ചൊക്കെ പവിഴമല്ലിന്റെ എവിടൊക്കെയോ വരുന്നുണ്ട്. പക്ഷെ മുമ്പ് എടുത്തതാണ് ഇത്. അപ്പൊ ചിലപ്പോ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും പവിഴമല്ലി വന്നത്. പക്ഷെ ആ ബീറ്റില്ലേ അത് വേറെ ലെവൽ. പിന്നെ ഇങ്ങനെ അത് ഇപ്പൊ എന്താ പറയാ. അപ്പൊ ഞങ്ങളും ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെമ്പിളിൽ പോയി ഭയങ്കര ദൈവം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കണവരൊന്നല്ല. പക്ഷെ ഇത് കാണാൻ പോകുമ്പോ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് പോകണം. ഇതൊരു സൂപ്പർ പവർ ഉള്ള ആളുടെ ഒരു മൂവിയാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഫിക്ഷൻ സ്റ്റോറി. അപ്പൊ അത് അങ്ങനെ നോക്കണം. ഇതിൽ പോയി ലോജിക് തപ്പിട്ടുണ്ടായിരുന്നു. സോ പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ കമേഴ്ഷ്യൽ മൂവി. പക്ഷെ തിയേറ്ററിൽ കാണണം. വീട്ടിലിരുന്ന് കാണുമ്പോ ഇത്ര ഫൺ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്. പിന്നെ
RJ ബാലാജി അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെയൊക്കെ കുറച്ച് റിവ്യൂ വായിച്ച ആള് കുറച്ച് ഓവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. നോ നെവർ, ആ റോളിന് അങ്ങനെ വേണമായിരുന്നു. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് നല്ലൊരു എന്താ പറയാ ഡിറക്ഷനുമാണ്, നന്നായി ചെയ്തിട്ടുണ്ട് മൂവി. പിന്നെ സൂര്യ, അയ്യോ ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫിന്റെ ഇതും മറ്റേ ഇന്റർവൽ സീനും ക്ലൈമാക്സും വേറെ ലെവല്. എങ്ങനെ ശരിക്കും ഞങ്ങക്ക് ഗൂസ് ബംസ് വന്നു കേട്ടോ. ശരിക്കും ഒരു വേറെ ലെവലിൽ ഒന്നും പറയാനൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. പിന്നെ പാട്ടും വേറെ ലെവലുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പാട്ടും അടിപൊളിയാ. മറ്റേ ഗോഡ് മോഡ് സോങ് വിഷ്വൽ വേറെ ലെവൽ. അയ്യോ അത് എടുത്തേക്കണ DOP ഇല്ലേ, അത് വേറെ ലെവലിൽ സിനിമ കേട്ടോ. അത് മേലെന്നൊക്കെ എടുത്ത വ്യൂ ഒക്കെ. പക്ഷെ അതില് ഡാൻസ് സൂര്യ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഇതില്ലേ, ആ സെറ്റ്, ആ ഡാൻസിന്റെ ഒക്കെ സെറ്റ് എന്ത് രസാന്നറിയോ, ഭയങ്കര രസാട്ടോ. അങ്ങനെ നമുക്കിങ്ങനെ ഒരു എക്സ്ട്രാ എനർജി ഒക്കെ കിട്ടിയ പോലെ മൂവി കഴിഞ്ഞപ്പോ. അതാ പ്രശ്നം, നല്ല എനർജി കിട്ടിയിട്ട് ഞങ്ങള് രാവിലത്തെ ഷോനാ പോയത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അവിടെ മൊത്തത്തിൽ 4 സ്ക്രീൻ ഉണ്ട് കേട്ടോ. 4 സ്ക്രീനിലും കറുപ്പാണ് ഇപ്പൊ. ഞങ്ങള് 9 o'clock ഷോനാ പോയത്. ബ്രേക്കിന് ഇറങ്ങിയപ്പോ 10-ന്റെയും 11-ന്റെയും 12-ന്റെ ഒക്കെ ആൾക്കാർ വന്നിട്ട് ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. വേറെ ലെവല്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായിരുന്നാലും വാച്ച് എല്ലാരും തിയേറ്ററിൽ പോയി കാണി, നന്നായി എൻജോയ് ചെയ്യ്. കുറെ ദിവസം കഴിഞ്ഞ് നല്ല കമേഴ്ഷ്യൽ മൂവി. സൂര്യ ഫാൻ, ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. അടിപൊളി ക്ലൈമാക്സ് ഇസ് ലൈക്ക് ഗൂസ്ബംസ്. അപ്പൊ എന്തായിരുന്നാലും ഇതേപോലെ കുറെ വീഡിയോസ് ആയിട്ട് ചായയും കാപ്പിയും തിരിച്ചു വരും. ഓക്കെ, ടിൽ ദെൻ ബൈ. എൻജോയ് കറുപ്പ്.